ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു കക്കരി വെച്ചിട്ട് ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ചമ്മന്തി നമുക്ക് ബിരിയാണിൻ്റെ കൂടെ അതുപോലെ തന്നെ സാദാ ചോറ്, ചപ്പാത്തി, പൂരി എന്നിവയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പകുതി ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ അതേപോലെ മല്ലിയില, പുതിനയില, അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക്, പിന്നെ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് ആദ്യം തന്നെ തേങ്ങ മാത്രം മാറ്റി വെച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് അരച്ചെടുക്കണം. അതിന് ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഈ മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ഞാനിവിടെ ഒരു 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കക്കരി നമ്മൾ ഇതുപോലെ ഇങ്ങനെ തൊലി കളയാണ്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വലിയ കക്കരി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളയണം കേട്ടോ, എന്നിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തേങ്ങ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് ഒരല്പം നമുക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അരച്ചെടുക്കുമ്പോൾ. വേറെ ഒന്നുമല്ല, തൈരാണ്. ഞാനിവിടെ 1.25 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ട തൈരാണ്, അധികം പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ. ഇത് ഞാൻ ഒരു 1.25 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്നങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ കറക്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബിരിയാണി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് വിനീഗറോ അല്ലെങ്കിൽ ലെമണോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഞാനിപ്പോൾ ഇത് ബിരിയാണീൻ്റെ കൂടെയാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്